പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനവും വ്യാപനവും. അറബികൾ ഇന്ത്യൻ പ്രദേശങ്ങൾ ആക്രമിക്കുന്നത് 8ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഈ 8ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും അറബികളും തമ്മിൽ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. അതിനുള്ളൊരു കാരണം അറബികളും കിഴക്കൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം നടത്തിയിരുന്നത് ഇന്ത്യയിലൂടെയാണ്. ആ വ്യാപാര ചരക്ക് കപ്പലുകൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് ഇന്ത്യയിലും വ്യാപാരം നടത്തുന്ന ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. ഇത് പതിയെ പതിയെ ഇന്ത്യയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അറബികൾ കടക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയ ഒന്നാമത്തെ പ്രദേശം, ആദ്യ പ്രദേശം എന്ന് പറയുന്നത് സിന്ധായിരുന്നു. അത് മിക്ക രാജാക്കന്മാരും ആദ്യം കീഴടക്കുന്ന പ്രദേശം ഏതായിരിക്കും? സിന്ധായിരിക്കും. അതിനുള്ള കാരണം ഈ സിന്ധു നദീതട സംസ്കാരം എന്നെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അതായത് സിന്ധു നദിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയ അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആദ്യ പ്രദേശം സിന്ധായിരുന്നു. ഇങ്ങനെ അവർ സിന്ധ് കീഴടക്കിയിരുന്നുവെങ്കിലും ഇന്ത്യയിലൊരു സ്ഥിരം രാഷ്ട്രം സ്ഥാപിക്കുവാൻ അറബികൾക്ക് ആ കാലഘട്ടങ്ങളിൽ സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു കാരണം ഈ കാലഘട്ടങ്ങളിൽ അറബികൾ ഇന്ത്യ ആക്രമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ പ്രതിഹാരന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഭരണം നടത്തിയിരുന്നു. അതായത് അവിടെയുള്ള നാട്ടുരാജ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു? പ്രതിഹാരന്മാരായിരുന്നു. അവർ പലപ്പോഴും ഈ അറബികളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും കീഴടക്കുന്നതിന് തൊട്ട് അവരെ തടഞ്ഞു നിർത്തിയിരുന്നു. പിന്നീട് ഉത്തരേന്ത്യയിലെ പ്രതിഹാരന്മാരുടെ പതനത്തോടുകൂടി അധികാരത്തിന് വേണ്ടിയിട്ട് ആഭ്യന്തര കലാപം ശക്തിപ്പെട്ടു. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഹാരന്മാരുടെ പ്രദേശങ്ങളിൽ തന്നെ വ്യത്യസ്ത നാട്ടുരാജാക്കന്മാർ തമ്മിൽ ആക്രമണം ഉണ്ടായി, ആഭ്യന്തര കലാപം ഉണ്ടായി. ഇതിനിടക്ക് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ തുർക്കിയുടെ നേതൃത്വത്തിൽ ഒരു തുർക്കി രാജ്യം ഉയർന്നു വന്നു. ഈ ഒരു സമയത്ത് തന്നെ തുർക്കിയുടെ കീഴിൽ ഇന്ത്യയിൽ തുർക്കി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വന്നു. അതായത് ഇവർ മധ്യ ഇന്ത്യയിലെ ഒരു ഇടയ സമൂഹമായിരുന്നു. തുർക്കികൾ ആരായിരുന്നു? മധ്യ ഇന്ത്യയിലെ ഒരു ഇടയ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കന്നുകാലികളെ മേയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഇടയ സമൂഹമായിരുന്നു തുർക്കികൾ എന്ന് പറയുന്നത്. ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ഇവർ പിന്നീട് ഒരു പ്രബല ശക്തിയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ മധ്യേന്ത്യയിലെ ഒരു ഇടയ സമൂഹമായിരുന്നു തുർക്കികൾ. ഇസ്ലാം മതം സ്വീകരിച്ച ഇവർ ഒരു പ്രബല ശക്തിയായി മാറുകയാണ് ചെയ്തത്. ഇതിൽ പ്രധാനിയായിരുന്നു ആര്? മുഹമ്മദ് ഗസ്നി. പേര് മറക്കരുത്, മുഹമ്മദ് ഗസ്നി. അദ്ദേഹത്തിന് ശേഷം വന്നയാളാണ് മുഹമ്മദ് ഗൂറി. മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗൂറിയും ഈ രണ്ടു പേരുമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ ആക്രമിച്ചത്. ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയുടെ സമ്പത്തായിരുന്നു. ഇന്ത്യയെ ആക്രമിച്ച് സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഗൂറിയുടെയും ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആദ്യം ഭരണം നടത്തുന്നത് ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. അദ്ദേഹത്തിന് ശേഷമാണ് മുഹമ്മദ് ഗൂറി വരുന്നത്. തുടക്കത്തിൽ അവർ ഇന്ത്യയുടെ ആദ്യ ഭാഗം കീഴടക്കുന്നത് മുൾട്ടാൻ എന്ന് പറയുന്ന പ്രദേശമാണ് കീഴടക്കുന്നത്. മുൾട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ഒരു നഗരമാണ് മുൾട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുൾട്ടാനാണ് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ കീഴടക്കുന്നത്. ഇതിന് ശേഷം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ മുഴുവനായിട്ടും അവർ കീഴടക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, അതായത് അജ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അജ്മീർ. ഈ
രാജസ്ഥാനിലെ ഒരു പ്രദേശങ്ങളിൽ, അതായത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചൗഹാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഭരണം നടത്തിയിരുന്നത്. ഇവർ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ മുഹമ്മദ് ഗസ്നി ഇവിടെ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ചൗഹാന്മാർ എന്ന് പറയുന്ന വിഭാഗം ശക്തി പ്രാപിച്ചു വരികയാണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ ചൗഹാന്മാരും അതുപോലെ തന്നെ മുഹമ്മദ് ഗസ്നിയുടെ സംഘവും തമ്മിൽ വലിയ സംഘട്ടനത്തിന് കാരണമായിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇതോടു കൂടിയിട്ടാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ തുർക്കികളായിട്ടുള്ള ആളുകളുടെ ഇന്ത്യയിലുള്ള ഭരണം നടക്കുന്നത്. ഇനി നോക്കൂ 91-ാമത്തെ പേജിൽ നെക്സ്റ്റ് ടോപ്പിക്ക്, ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. AD 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം എന്ന് പറയുന്നത്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം AD 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 5 രാജവംശങ്ങളാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത്. 5 രാജവംശങ്ങൾ. ഒന്നാമത്തത് അടിമ വംശം. ഇനി 92-ാമത്തെ പേജിൽ നോക്കൂട്ടോ. ഒന്നാമത്തത് അടിമ വംശം. 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടമാണ് അടിമ വംശം. രണ്ടാമത്തത് ഗൽജി വംശം. 1290 മുതൽ 1320 വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തത് തുഗ്ലക് വംശം. 1320 മുതൽ 1414 വരെയുള്ള കാലഘട്ടമാണ് തുഗ്ലക് വംശത്തിൻ്റെ കാലഘട്ടം. അഞ്ചാമത്തത് സയ്യിദ് വംശം. 1414 മുതൽ 1451 വരെയുള്ള കാലഘട്ടമാണ് സയ്യിദ് വംശം. അഞ്ചാമത്തത് ലോധി വംശം. 1451 മുതൽ 1526 വരെയുള്ള കാലഘട്ടമാണ് ലോധി വംശം. ഇങ്ങനെ 5 വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ 5 രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഭരണം നടത്തിയ ഡൽഹി സുൽത്താൻമാർ എന്ന് അറിയപ്പെടുന്ന വിഭാഗങ്ങൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 92-ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹു വാസ് മുഹമ്മദ് ഗസ്നി? വൈ ഡിഡ് ഹി ഇൻവേഡ് ഇന്ത്യ? മുഹമ്മദ് ഗസ്നി ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യയെ കീഴടക്കുവാനുള്ള കാരണം എന്താണ്? ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മുഹമ്മദ് ഗസ്നി ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യയെ കീഴടക്കുവാനുള്ള ശ്രമം നടത്തിയത് എന്തിനാണ്? ഈ നമ്മൾ നേരത്തെ 5 രാജവംശങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ 5 രാജവംശങ്ങളിലെയും പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 9-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെയാളാണ് മുഹമ്മദ് ഗസ്നി. സബുക്തജിൻ എന്ന് പറയുന്ന ഒരാൾ അടിമയായിരുന്നു. അദ്ദേഹം 997 ഗസ്നിയിലെ ഭരണാധികാരിയായി വരുന്നുണ്ട്. സബുക്തജിൻ AD 997 ഗസ്നിയിലെ ഭരണാധികാരിയായി വരുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 20 കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. 20 കൊല്ലത്തോളം ഭരണം നടത്തി. ഇദ്ദേഹത്തിൻ്റെ സമയത്തിലധികവും ഇദ്ദേഹം മധ്യേഷ്യയിലാണ് ചിലവഴിച്ചിരുന്നത്. ഈ സബുക്തജിൻ്റെ പുത്രനായിരുന്നു മുഹമ്മദ് ഗസ്നി. സബുക്തജിൻ്റെ പുത്രനാണ് ആര്? മുഹമ്മദ് ഗസ്നി. ഇങ്ങനെ ഈ സബുക്തജിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന മുഹമ്മദ് ഗസ്നി ഭരണാധികാരിയാവുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഗസ്നി എന്ന് പറയുന്നത് വലിയ ശക്തനായിട്ടുള്ള രാജാവായിരുന്നു. ഇദ്ദേഹം ഭരണമേറ്റെടുത്ത് 1 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ 1 കൊല്ലത്തിനകം തന്നെ സെസ്താൻ എന്ന് പറയുന്ന പ്രദേശം കീഴടക്കി. പിന്നെ അതിനുശേഷം അഫ്ഗാനിസ്ഥാന്, സെസ്താന്, ഖുറാസാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കീഴടക്കുകയും അതിൻ്റെ പരമാധികാരിയായി മാറുകയും ചെയ്തു. അതായത് നമ്മുടെ ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുമല്ലോ. ഈ പ്രദേശങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, സെസ്താൻ, ഖുറാസാൻ. ഈ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കുകയും അതിൻ്റെയൊക്കെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു.
ഇങ്ങനെ മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. മുഹമ്മദ് ഗസ്നിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. ഇദ്ദേഹം ധാരാളം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അത് ഇദ്ദേഹം ഒരു മതഭ്രാന്തനായത് കൊണ്ടൊന്നും ആയിരുന്നില്ല. അവിടെയുള്ള സമ്പത്തും കൊള്ളയടിക്കുക. അദ്ദേഹത്തിന് മതപരമായിട്ട് മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണോ എന്നൊന്നും ഇല്ല. ഇന്ത്യയുടെ സമ്പത്ത് പരമാവധി കൊള്ളയടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇങ്ങനെ അദ്ദേഹം മധ്യേഷ്യയിലെ മുസ്ലിങ്ങളായ ഭരണാധികാരികൾക്കെതിരെയും അദ്ദേഹം യുദ്ധം നടത്തിയിരുന്നു. ഏകദേശം 17 തവണ ഇന്ത്യയുടെ നേരെ ആക്രമണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹം പെഷവാറിലെ ഹിന്ദുക്കളായ ഷാഹി ഭരണാധികാരികളെയും ആക്രമിച്ചിട്ടുണ്ട്. പെഷവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ഒരു നഗരമാണ് പെഷവാർ എന്ന് പറയുന്നത്. അവിടെയുള്ള ഷാഹി ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹം ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പഞ്ചാബിലെ ഭരണാധികാരികൾക്കെതിരെയും അദ്ദേഹം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആക്രമണങ്ങളായിരുന്നു പെഷവാറിലെ ഹിന്ദുക്കളായ ഷാഹി ഭരണാധികാരികളുടെയും അതുപോലെ പഞ്ചാബിലെ ഭരണാധികാരികൾക്ക് എതിരെയും ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ. ഇനി അദ്ദേഹം പെഷവാറിലെ മഹ്മൂദ് ഹിന്ദു ഷാഹി എന്ന് പറയുന്ന ഹിന്ദു ഷാഹിയ രാജാവായിരുന്ന ജയപാലനെ 1001 തോൽപ്പിക്കുന്നുണ്ട്. ജയപാലനെ 1001 തോൽപ്പിച്ചു. അതിനുശേഷം അധികാരത്തിലെത്തിയ ആനനുപാലനുമായിട്ടും അദ്ദേഹം യുദ്ധം നടത്തുന്നുണ്ട്. ഈ 2 പേരെയും അദ്ദേഹം പരാജയപ്പെടുത്തുകയും ആ പ്രദേശം തൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ് അദ്ദേഹം കീഴടക്കുന്നുണ്ട്. പഞ്ചാബ് തൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് സിന്ധു നദിയുടെ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഇദ്ദേഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിന് ശേഷം അദ്ദേഹം ഗംഗാതടത്തിൽ 3 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് ഗസ്നി ചെയ്തത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഗസ്നി, അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായത് ഗസ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗസ്നി എന്ന് പറയുന്ന പ്രദേശം തലസ്ഥാനത്ത് അദ്ദേഹം പ്രൗഢി കൂട്ടുകയാണ് ചെയ്തത്. അതായത് വളരെ പ്രൗഢഗംഭീരങ്ങളായിട്ടുള്ള സൗധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അതുപോലെ ധാരാളം സൗകര്യങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കും കവികൾക്കും ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ഗസ്നി എന്ന് പറയുന്ന പ്രദേശം പ്രൗഢി കൂട്ടി. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കും കവികൾക്കും ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു. ഇദ്ദേഹം 1030 മുഹമ്മദ് ഗസ്നി അന്തരിച്ചു. ഒരു മാർക്കനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 1030 മുഹമ്മദ് ഗസ്നി അന്തരിക്കുന്നത്. ശേഷം ഈ മുഹമ്മദ് ഗസ്നിയുടെ മരണത്തിന് ശേഷം ഗസ്നി സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്നത് ഗസ്നി സാമ്രാജ്യം എന്നായിരുന്നു. ഗസ്നി സാമ്രാജ്യം തകർന്നു പോവുകയുമാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വേർ മംലൂക്ക് സുൽത്താൻസ്? ഹൗ ഡിഡ് ഇൽതുമിഷ് കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻ? 93 പേജിലാണ് കേട്ടോ. മാംലൂക്ക് സുൽത്താൻമാർ ആരായിരുന്നു? എങ്ങനെയാണ് ഇൽതുമിഷ് തൻ്റെ അധികാരം നിലനിർത്തിയത്? നമ്മൾ ഒന്നാമത്തെ രാജവംശമായിരുന്ന അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്ന അടിമ വംശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മുഹമ്മദ് ഗസ്നി. ഇനി രണ്ടാമത്തെ ആളാണ് ഇൽതുമിഷ്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൽതുമിഷ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാംലൂക്ക് സുൽത്താൻമാർ ആരായിരുന്നു?
അതായത് ഡൽഹി സുൽത്താനേറ്റിലെ രാജാക്കന്മാരായാണ് നമ്മൾ മാംലൂക്ക് എന്നറിയപ്പെടുന്നത്. അതായത് മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബി വേർഡാണ്. മാലിക് എന്ന് പറഞ്ഞാൽ രാജാവ്. ഈ മാലിക് എന്ന വേർഡിൻ്റെ പ്ലൂരലാണ് മാംലൂക്ക് എന്ന് പറയുന്നത്, രാജാക്കന്മാർ എന്നർത്ഥം. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ രാജാക്കന്മാരെ അറിയപ്പെടുന്ന പേരാണ് മാംലൂക്ക് എന്നുള്ളത്. ഈ ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആരാണ് സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചത്? ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഈ കുത്തുബുദ്ദീൻ ഐബക്കും ഒരു അടിമയായിരുന്നു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ഇങ്ങനെ അദ്ദേഹം മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്നു. നമ്മൾ നേരത്തെ പറയണ്ടായിരുന്നല്ലോ മുഹമ്മദ് ഗോറി. അപ്പോൾ മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. ഇനി മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് ഐബക്കാണ് സ്ഥാപിച്ചത്. അതായത് കുത്തുബുദ്ദീൻ ഐബക്കാണ് സ്ഥാപിക്കുന്നത്. ഇതിന് അദ്ദേഹത്തിൻ്റെ ധീരത, കർമ്മകുശലത എന്നീ ഗുണങ്ങൾ സമകാലികരുടെ പ്രശംസക്ക് കാരണമായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റ് തുടക്കത്തിൽ സ്ഥാപിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ധീരതയും അതുപോലെ തന്നെ കർമ്മകുശലതയും ഇദ്ദേഹത്തിൽ അടങ്ങിയ ഗുണങ്ങളായിരുന്നു. ഈ ഗുണങ്ങൾക്ക് സമകാലികരുടെ പ്രശംസ, അതായത് സമകാലികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് സമകാലികർ എന്ന് പറയുന്നത്. അവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ ഈ കുത്തുബുദ്ദീൻ ഐബക്കിന് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇൽത്തുമിഷിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഇൽത്തുമിഷ് അതായത് ഐബക്കിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ആരാംഷ, കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മകൻ്റെ പേരാണ് ആരാംഷ. അതുപോലെ ഐബക്കിൻ്റെ ജാമാതാവായ ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, ഇവർ തമ്മിൽ ഭരണത്തിന് വേണ്ടിയിട്ട് പരസ്പരം സംഘർഷം ഉണ്ടായി. ആരൊക്കെയായിരുന്നു? ഐബക്കിൻ്റെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഐബക്കിൻ്റെ മകനായ ആരാംഷയും അതുപോലെ ജാമാതാവായ ഷംസുദ്ദീൻ ഇൽത്തുമിഷും, ആരാംഷയും ഇൽത്തുമിഷും തമ്മിലാണ് തർക്കമുണ്ടാകുന്നത്. അതായത് കൃത്യമായിട്ട് പാരമ്പര്യമായിട്ട് ഭരണം കിട്ടേണ്ടത് ആർക്കാണ്? ആരാംഷക്കാണ്. ഐബക്കിൻ്റെ മകനായ ആരാംഷക്കാണ് കിട്ടുന്നത്. പക്ഷേ ആരാംഷയെ ഇൽത്തുമിഷ് ആക്രമിക്കുകയാണ്. അങ്ങനെ ആരാംഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇൽത്തുമിഷ് അധികാരത്തിൽ എത്തി. ഇങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് ശരിക്കും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നത് ഇൽത്തുമിഷിൻ്റെ അധികാരത്തോടു കൂടിയാണ്. ഇദ്ദേഹം അധികാരത്തിൽ കയറിയതിനു ശേഷം ഡൽഹിയെ ഒരു സുസംഘടിതമായ വലിയ ഒരു രാഷ്ട്രമാക്കി മാറ്റുവാനും സാധിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ഇൽത്തുമിഷാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിനെ സ്ഥാപിച്ചത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതിൻ്റെ ആദ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. എന്നാൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ഇൽത്തുമിഷാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഇദ്ദേഹം ഇൽത്തുമിഷിൻ്റെ ഭരണ കാലഘട്ടങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതായിരുന്നു ഇഖ്താർ സമ്പ്രദായം നടപ്പിലാക്കി. അപ്പോൾ ഇൽത്തുമിഷ് കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ് ഇഖ്താർ സമ്പ്രദായം നടപ്പിലാക്കുക. അതായത് ഇഖ്താർ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അവകാശം ആർക്ക് നൽകുക? ഈ സുൽത്താൻക്ക് അല്ലെങ്കിൽ ഈ രാജാവിന് നൽകുക. അതായത് ഭൂമി കൈവശം വെച്ചിരുന്നത് ആരായിരുന്നു? ഭൂപ്രഭുക്കന്മാരായിരുന്നു. അതായത് ഫ്യൂഡൽ വ്യവസ്ഥയാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്. ഈ പ്രഭുക്കന്മാരെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇൽത്തുമിഷ്
കണ്ട ഒരു തന്ത്രമായിരുന്നു ഏത് ഇഖ്താർ സമ്പ്രദായം. ഈ പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി എന്ത് ചെയ്യുക, ഡൽഹി സുൽത്താൻ്റെ കീഴിൽ കൊണ്ടുവരിക. അതിനെയാണ് ഇഖ്താർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇഖ്താർ സമ്പ്രദായം കൊണ്ടുവരലോടുകൂടെ പ്രഭുക്കന്മാരുടെ അധികാരം കുറക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ആർക്കുണ്ടായിരുന്നു? ഇൽത്തുമിഷിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഖ്താർ സമ്പ്രദായം നടപ്പിലാക്കിയ അദ്ദേഹം സൈന്യത്തെയും നാണയ വ്യവസ്ഥയെയും പുനഃസംഘടിപ്പിച്ചു. രണ്ടാമത്തെ കാര്യമാണ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. അതായത് സൈനിക നേതാക്കന്മാരെ മാറ്റിയിട്ട് നല്ല കരുത്തരായ നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നാണയ വ്യവസ്ഥയും അദ്ദേഹം പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ സാമ്രാജ്യത്തിലെ വിദൂര പ്രദേശങ്ങളെയെല്ലാം ഒരു കേന്ദ്രമായി ഇണക്കി ചേർക്കുവാനും അദ്ദേഹം ഈ സമ്പ്രദായത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്തിലെ വിദൂര പ്രദേശങ്ങളെയെല്ലാം ഒറ്റ കേന്ദ്രമാക്കി മാറ്റുക. അതായത് സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒറ്റ നിയമമാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒറ്റ നിയമം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടെ ആർക്കുണ്ടായിരുന്നു? ഇൽത്തുമിഷിന് ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ പരിഷ്കാരം സൈന്യത്തിൻ്റെ പുനഃസംഘടനയായിരുന്നു. ഇൽത്തുമിഷ് പ്രമാണിമാരായ തുർക്കി അടിമകളുടെ സംഘത്തെ നിലനിർത്തിയിരുന്നു. മറ്റൊരു പ്രത്യേകത ഇദ്ദേഹം കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ നിലനിർത്തിയിരുന്ന ഒരു കാര്യം, പ്രമാണിമാരായ തുർക്കി അടിമകളുടെ സംഘത്തെ നിലനിർത്തിയിരുന്നു. അതായത് 40 പേരാണ് ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത് അറിയപ്പെട്ടിരുന്നത് ബന്ദാഗൻ ടർക്ക് ചക്കൽ ഗാനി. ബന്ദാഗൻ ടർക്ക് ചക്കൽ ഗാനി എന്ന പേരിലാണ് ഈ സംഘം അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാണയ വ്യവസ്ഥ കൊണ്ടുവന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ധാരാളം ചെമ്പ് നാണയങ്ങളും അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണ പ്രവർത്തനങ്ങളിൽ എഴുതാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ധാരാളം ചെമ്പ് നാണയങ്ങൾ അടിച്ചിറക്കിയിട്ടുണ്ട്. അതുപോലെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. അതുപോലെ നാണയ വ്യവസ്ഥയെ പുനഃസംഘടിപ്പിച്ചു. ഇഖ്താർ സമ്പ്രദായം പുനഃസംഘടിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഇൽത്തുമിഷ് കൊണ്ടുവന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെഷേഴ്സ് ഡിഡ് ബാൽബൻ ടേക്ക് ടു ഡെവലപ്പ് എ ഹൈ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം നിലനിർത്തുവാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് ബാൽബൻ സ്വീകരിച്ചത്? നമ്മൾ അടിമവംശത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നിരുന്നത് അല്ലേ. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാജാവ്, ഭരണാധികാരിയായിരുന്നു ബാൽബൻ. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബാൽബൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് ഡൽഹിയിൽ റസിയ എന്ന് പറയുന്ന ഒരു രാജ്ഞി, അതായത് ഒരു സ്ത്രീ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവരുടെ മരണത്തിന് ശേഷം ഏകദേശം ഡൽഹി 20 വർഷം ഭരിച്ചിരുന്നത് ദുർബലരായ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി സാമ്രാജ്യം അല്ലെങ്കിൽ ഡൽഹി രാജ്യം വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. സാമ്പത്തികമായിട്ടെല്ലാം ധാരാളം പിറകോട്ട് പോയിരുന്നു. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ 40 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘവും അതുപോലെ അതിലെ ശക്തനായ ഒരാളും ഉണ്ടായിരുന്നു. അതാരായിരുന്നു? ഗിയാസുദ്ദീൻ ബാൽബരായിരുന്നു. അപ്പോൾ 40 പേരും അതിനോടൊപ്പം ഈ ഭരണത്തിന് കീഴിൽ സ്വാധീനമുള്ള പ്രഭുവായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബന് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ കാലഘട്ടങ്ങളിൽ ഡൽഹി ഭരിച്ചിരുന്നത്, കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇനി ബാൽബൻക്ക് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് സാമ്രാജ്യത്തിൻ്റെ
ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബാൽബനിക്ക് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് സാമ്രാജ്യത്തിൻ്റെ അന്തസ്സുയർത്തുക, 2 തുർക്കി അധികാരം ഭദ്രമാക്കുക. അതായത് ഈ കാലഘട്ടങ്ങളിൽ രാജ്യമാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 20 വർഷക്കാലം ദുർബലരായ രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനു വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം കൂടെയായിരുന്നു ഈ കാര്യങ്ങൾ കൃത്യമായി പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ഭരണത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് പ്രബലമായൊരു സൈന്യം ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആദ്യം രാജ്യം കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ, സാമ്രാജ്യം ശക്തിപ്പെടുത്തണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? സൈന്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്താണ്? സൈന്യത്തിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് മൊത്തത്തിൽ സൈന്യത്തിനെ പുനഃസംഘടിപ്പിച്ചു. അതായത് കാലാൾപ്പടയെയും കുതിരപ്പടയെയും അദ്ദേഹം പ്രാപ്തരും പരിചയസമ്പന്നരുമായ സേനാധിപന്മാരുടെ കീഴിൽ കൊണ്ടുവന്നു. നിലവിലുണ്ടായിരുന്ന നേതാക്കന്മാരെ, അതായത് ലീഡർമാരെ മാറ്റുകയും പരിചയസമ്പന്നരായ സേനാധിപന്മാരെ കാലാൾപ്പടക്കും കുതിരപ്പടക്കും നൽകുകയും നിയമിക്കുകയും ചെയ്തു. ഇതിന് ശേഷം അദ്ദേഹം ചെയ്തത് അതിർത്തി പ്രദേശങ്ങളിലെ ആക്രമണങ്ങളെ തടയുവാൻ ശ്രമിച്ചു. അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ, രാജ്യങ്ങൾ കീഴടക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അതുമാത്രമല്ല, കീഴടക്കി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിച്ച് പോരണം. അതിനെന്ത് വേണം? കൃത്യമായിട്ട് അതിർത്തികൾ കൃത്യമായി സൂക്ഷിക്കണം. അല്ല എങ്കിൽ നമ്മൾ വിജയിച്ച രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിനു വേണ്ടി ബാൽബൻ ചെയ്ത ഒരു കാര്യം, അതിർത്തി പ്രദേശങ്ങളെ ആക്രമണങ്ങൾ അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അതിർത്തി പ്രദേശങ്ങളിൽ ഓരോ കേന്ദ്രങ്ങളിലും കോട്ട കെട്ടി ക്രമസമാധാന പാലനം അദ്ദേഹം ഭദ്രമാക്കി. കോട്ട കെട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള ആക്രമണങ്ങളൊക്കെ നമുക്ക് തടയുവാൻ സാധിക്കും. അതാര് മനസ്സിലാക്കിയിട്ടുണ്ട്? ബാൽബൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനമായിട്ടും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം, റിസ്ക് കൂടിയ പ്രദേശങ്ങളിലെല്ലാം കോട്ട കെട്ടുകയും അവിടെ ആവശ്യമായ സൈന്യത്തിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, തുർക്കി പ്രഭുക്കന്മാരുടെ അധികാരശക്തി നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് ബാൽബൻ ഭൂനിയമം പരിഷ്കരിച്ചു. അതുവരെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെ മേൽക്കോയ്മ കുറക്കുകയും ശേഷം ഭൂമിയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ഭൂമി ഈ രാജാക്കന്മാരുടെ കീഴിലാക്കി നിലനിർത്തുവാനുമുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അവ തുർക്കി പ്രഭുക്കന്മാരുടെ അധികാരശക്തി നിയന്ത്രിക്കുവാൻ വേണ്ടി ബാൽബൻ ഭൂനിയമം പരിഷ്കരിച്ചു. മാത്രമല്ല, പഞ്ചാബിന് അപ്പുറത്തുള്ള, അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മംഗോളിയന്മാരുടെ ശല്യം ധാരാളമായിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ചൈനയുടെ ഭാഗമായി കിടക്കുന്നതാണ് മംഗോളിയന്മാർ എന്ന് പറയുന്നത്. ചൈന വൻമതിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് മംഗോളിയർ. അവർ പലപ്പോഴായിട്ടും ഇന്ത്യയെ ആക്രമിക്കുകയും ഇന്ത്യയുടെ പല ഭാഗങ്ങൾ അവരുടെ, അതായത് ആ ഭാഗങ്ങളിൽ കൊള്ളയടിക്കുകയും ആ ഭാഗങ്ങളൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ മംഗോളിയന്മാരുടെ ശല്യത്തിന് അറുതി വരുത്തുവാൻ വേണ്ട ആവശ്യങ്ങൾ ബാൽബൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാൽബൻ ചെയ്ത മറ്റൊരു കാര്യം, കൊട്ടാരത്തെ അദ്ദേഹം രാജകീയ പ്രൗഢിയുള്ളതാക്കി. അതായത് പഴയ പേർഷ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ ഡൽഹിയിലെ കൊട്ടാരം ബാൽബൻ പരിഷ്കരിച്ചു. പേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അത് ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാൻ, പിന്നെ കസാക്കിസ്ഥാൻ തുടങ്ങിയ ആ ഒരു പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിൽ പെടും, പേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒരു മുസ്ലിം ശില്പ രീതിയിലായിരിക്കും ഉണ്ടാകുക. മുസ്ലിം വാസ്തുശില്പയിലായിരിക്കും ഉണ്ടായിരുന്നത്. നമ്മൾ മുസ്ലിം പള്ളികളും അങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഏകദേശം ആ രൂപത്തിലാണ് അവിടുത്തെ ബിൽഡിങ് അല്ലെങ്കിൽ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ പേർഷ്യൻ മാതൃകയുള്ള കൊട്ടാരങ്ങൾ ബാൽബൻ എന്ത് ചെയ്തു? ഡൽഹിയിലെ കൊട്ടാരം ആ മാതൃകയിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്തത് പേർഷ്യൻ ആചാര രീതികളും അനുഷ്ഠാനങ്ങളും ഡൽഹിയിൽ നടപ്പിലാക്കി. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മത രാഷ്ട്രം, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഹിന്ദുക്കളാണ് ഉള്ളത്. പക്ഷേ ബാൽബൻ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ പേർഷ്യൻ ആചാര രീതികൾ, അതായത് അറബികളുടെ ഒരു ആരാധനാ രീതികളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാതി വ്യവസ്ഥ നിലനിർത്തിയിരുന്നു. അതായത് അദ്ദേഹം ഇവിടെ മത ആചാരങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നുവെങ്കിലും ജാതി വ്യവസ്ഥയെ അടിച്ചമർത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല, അത് നിലനിർത്തി പോന്നിരുന്നു. മാത്രമല്ല താഴ്ന്ന ജാതികളിൽ ജനിച്ചവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി. താഴ്ന്ന ജാതികളിൽ ജനിച്ചവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അതിനർത്ഥം ജാതി വ്യവസ്ഥയിൽ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾക്കായിരുന്നു ഉയർന്ന പദവി നൽകിയിരുന്നത്. ഇനി ബാൽബൻ 1287 നിര്യാതനായി. മരണപ്പെട്ടത് വർഷമെന്നാണ് 1287. ഇനി 95-ാമത്തെ പേജിലാണ് പറയുന്നത് കേട്ടോ. ഡൽഹി സുൽത്താൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതും അതുപോലെ ഡൽഹിക്ക് കരുത്തു പകർന്നതും ഒരു കാര്യക്ഷമത ഉണ്ടാക്കിയതും ബാൽബനായിരുന്നു. ബാൽബൻ്റെ നിശ്ചയദാർഢ്യവും ദീർഘദർശനവുമായിരുന്നു ഡൽഹിയെ പഴയ ഡൽഹിയാക്കി കൊണ്ടുവരുവാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാൽബൻ കൊണ്ടുവന്ന ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് 95-ാമത്തെ പേജിലാണ് 4-ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ അലാവുദ്ദീൻ ഖൽജി ടു കൺട്രോൾ ദ മാർക്കറ്റ്സ്. അലാവുദ്ദീൻ ഖൽജിയുടെ കമ്പോള പരിഷ്കരണങ്ങളെക്കുറിച്ച് വിവരിക്കുക. അതായത് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഖൽജി വംശത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഖൽജി വംശം 1290 മുതൽ 1320 വരെയുള്ള കാലഘട്ടമാണ് ഖൽജി വംശം ഡൽഹിയിൽ ഭരണം നടത്തിയിട്ടുള്ളത്. അതായത് ഖൽജി വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹം 1296 മുതൽ 1316 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അലാവുദ്ദീൻ ഖൽജി ഭരണം നടത്തുന്നത്. ഇദ്ദേഹം ഭരണത്തിൽ വരുന്നത് ജലാലുദ്ദീൻ്റെ അനന്തരവനും മരുമകനുമായിരുന്ന അലാവുദ്ദീൻ ജലാലുദ്ദീനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വരുന്നത്. അലാവുദ്ദീൻ ഖൽജി അധികാരത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എന്ന് പറയാമല്ലോ വരുന്ന ജലാലുദ്ദീനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ ഭരണത്തിൽ വരുന്നത്. ഇനി ഖൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. ഖൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. മാത്രമല്ല കറകളഞ്ഞ ഒരു സാമ്രാജ്യവാദിയായിരുന്നു അലാവുദ്ദീൻ. സാമ്രാജ്യവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യമാണ് വലുത്, അധികാരത്തിനേക്കാൾ കൂടുതലായിട്ട് തൻ്റെ രാജ്യമാണ് വലുത് എന്ന് നമ്മൾ പറയുമല്ലോ, അതിനെയാണ് സാമ്രാജ്യവാദി എന്ന് പറയുക. അവ കറകളഞ്ഞ ഒരു സാമ്രാജ്യവാദിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹം നിരന്തരമായ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ഡൽഹിക്ക് പുറമെ ഡൽഹിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആദ്യം ചെയ്ത കാര്യം ഗുജറാത്ത് കീഴടക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് ഗുജറാത്ത് കീഴടക്കി കഴിഞ്ഞാൽ അവിടുത്തെ തുറമുഖം, അതായത് ഇന്ത്യയിലെ തന്നെ ആ കാലഘട്ടങ്ങളിലെ വലിയ തുറമുഖമായിരുന്നു ഗുജറാത്തിലെ തുറമുഖം, അത് കീഴടക്കുവാൻ സാധിക്കുമായിരുന്നു. അതായത് ഗുജറാത്ത് കീഴടക്കി കഴിഞ്ഞാൽ അത് തൻ്റെ അധികാര പരിധിയിലായിരിക്കും. ഇങ്ങനെ ആ തുറമുഖം കീഴടക്കി കഴിഞ്ഞാൽ ഇറാഖിൽ നിന്ന് ഈ തുറമുഖം വഴിയാണ് ധാരാളം കുതിരകൾ വരുന്നത്. അതായത് നല്ല മികച്ച ഇനം കുതിരകൾ വരുന്നത് ഈ ഗുജറാത്തിലെ തുറമുഖത്തിലൂടെയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കുതിരയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ പീരങ്കി, മറ്റേ ബോംബ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. ആ കാലഘട്ടങ്ങളിൽ കുതിര, ആന, തേര്,
പിന്നെ കാലാൾപ്പട, അതൊക്കെയാണല്ലോ സൈനിക ശക്തി. അപ്പോൾ ഈ സൈനിക ശക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുതിരയായിരുന്നു. നല്ല മികച്ച ഇനം കുതിരകളെ സൈന്യത്തിലേക്ക് എടുക്കുവാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അലാവുദ്ദീൻ ഖൽജിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യമായി ഗുജറാത്ത് കീഴടക്കുവാൻ ശ്രമിക്കുകയും അത് കീഴടക്കിയിട്ട് ആ തുറമുഖത്തിലൂടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള കുതിരകളെ നേടിയെടുക്കുവാനുള്ള ശ്രമം നടത്തിയത്. ഇനി പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പോള പരിഷ്കരണങ്ങൾ, മാർക്കറ്റ് റിഫോംസ്. കമ്പോള പരിഷ്കരണങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. 96-ാമത്തെ പേജ് നോക്കൂട്ടോ. 96-ാമത്തെ പേജിലാണ് പറയുന്നത്. ഇവിടെ അലാവുദ്ദീൻ തൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായ ഒരു സൈന്യത്തെ തന്നെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. എന്നാൽ ഈ സൈന്യത്തിന് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കൈവശം പണമുണ്ടായിരുന്നില്ല. സൈനികരാകുമ്പോൾ നല്ല ശമ്പളം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല മികച്ച ശമ്പളം കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന പട്ടാളക്കാർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മറികടക്കുവാൻ വേണ്ടിയിട്ടാണ് അലാവുദ്ദീന് കമ്പോള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം, വിലകൾ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതിനെയാണ് എന്തറിയപ്പെടുന്നത്? കമ്പോള പരിഷ്കരണം എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, പട്ടാളക്കാർക്ക് സാമാന്യം നന്നായി ജീവിക്കാൻ പറ്റാവുന്ന രീതിയിൽ വിലകൾ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഇതിനെയാണ് കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കമ്പോള പരിഷ്കരണത്തെ മുൻനിർത്തിക്കൊണ്ട് അലാവുദ്ദീന് ഡൽഹിയിലെ കമ്പോളങ്ങളിൽ 3 കമ്പോളങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. 3 കമ്പോളങ്ങൾ. അതിലൊന്നാമത്തത് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പോളം. ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പോളം. രണ്ടാമത്തത് വില കൂടിയ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പോളം. മൂന്നാമത്തത് കുതിരകൾ, കന്നുകാലികൾ, അടിമകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള കമ്പോളം. ഇങ്ങനെ 3 കമ്പോളങ്ങളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതുപോലെ ഈ കമ്പോളങ്ങൾ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥനെ ഷേഖിന എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അലാവുദ്ദീൻ കമ്പോള പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കമ്പോളത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഷേഖിന എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു രജിസ്റ്റർ ഈ ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചിരുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന രജിസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. ഇത് വ്യാപാരികളെയും വിലയെയും ഈ ഉദ്യോഗസ്ഥൻ കർശനമായി നിയന്ത്രിച്ചു. അതായത് നമ്മളിപ്പോൾ ലൈസൻസൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യൂലേ, ഇതേ രൂപത്തിൽ ഷേഖിന എന്ന് പറയുന്ന ആളുടെ മുമ്പിൽ പോയിട്ട് എന്ത് ചെയ്യണം? പേര് വിവരങ്ങൾ നൽകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കൃത്യമായിട്ട് വ്യാപാരികളെയും അതുപോലെ കമ്പോളത്തിൻ്റെ വിലയെയും കൃത്യമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പക്കൽ സ്റ്റോക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. അതും ഈ ഷേഖിന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ റേഷൻ കട അങ്ങനെ സപ്ലൈക്കോ നടക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഇതേ രൂപത്തിൽ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് എപ്പോഴും ഉണ്ടോ എന്ന് നോക്കുക. അത് ആരുടെ ജോലിയിൽപ്പെട്ടതായിരുന്നു? ഷേഖിന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതലയിൽപ്പെട്ടതായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കരണമാണ് ഭൂനികുതി വിളവിൻ്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതായത് വിളവിൻ്റെ ആ വർഷം എത്രയാണോ വിളവ് കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ 50% 50% ടാക്സ് ആയിട്ട് രാജാവിലേക്ക് അടക്കണം. മാത്രമല്ല, ഇത് പണമായി തന്നെ നൽകണം. അതും ഒരു പ്രത്യേകതയാണ്. നമ്മൾ ശേഷം പറയുന്ന പല രാജാക്കന്മാരും പണമായിട്ടും സാധനങ്ങളായിട്ടും സ്വീകരിച്ചിരുന്നു. പക്ഷേ
ഈ അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടങ്ങളിൽ ഭൂനികുതി വിളവിൻ്റെ അത് ചോദിക്കട്ടെ, എക്സാമിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അലാവുദ്ദീൻ ഖൽജി ഭൂനികുതിയുടെ 50%, അതായത് വിളവിൻ്റെ 50% നികുതിയായിട്ട് നൽകണം. മാത്രമല്ല ഇത് പണമായിട്ട് തന്നെ നൽകണം, വസ്തുക്കളായിട്ട്. ഇപ്പം നെല്ല് കൃഷി ചെയ്ത ആളാണെങ്കിൽ നെല്ല് കൊടുത്തിട്ട് കാര്യമില്ല, ആ നെല്ല് വിറ്റ് പണമായി നൽകണം. അതുപോലെ പച്ചക്കറികളാണെങ്കിൽ അത് വിറ്റ് അതിൻ്റെ 50% എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പണമായിട്ട് തന്നെ അടക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധം പിടിച്ചിരുന്നു. മാത്രമല്ല ഈ കമ്പോള മദ്യത്തിൽ എല്ലാ വസ്തുക്കളുടെയും വില വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിരുന്നു. കമ്പോള മദ്യത്തിൽ, അതായത് നമ്മൾ മാർക്കറ്റ് ഉണ്ടാകുമല്ലോ, അതായത് നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ എന്ത് നടക്കൂല, വില കൂട്ടിയിട്ടും കുറച്ചിട്ടും വിൽക്കുക എന്നുള്ള പദ്ധതി നടക്കൂല. എല്ലാ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ കടകളിലും ഒറ്റ വിലയാണ് ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആരും കരിഞ്ചന്തയോ അല്ലെങ്കിൽ കള്ളക്കച്ചവടമൊന്നും നടത്തുവാൻ സാധിക്കില്ല. കമ്പോളത്തിൻ്റെ മധ്യത്തിലായിട്ട് വലിയ ബോർഡിൽ ഉൽപ്പന്നങ്ങളുടെ വില രേഖപ്പെടുത്തി വെക്കും. അതനുസരിച്ചിട്ട് മാത്രമേ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. ഇനി ആരെങ്കിലും വിലയിൽ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമായിരുന്നു. അവരെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും ശിക്ഷിച്ചിരുന്നു. അപ്പോൾ എത്രത്തോളം ഇദ്ദേഹം ഈ കച്ചവടങ്ങൾക്കും വിലയിലൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് കള്ളത്തരം കാട്ടിയ ആളെ മാത്രമല്ല ശിക്ഷിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ശിക്ഷിക്കുന്നുണ്ട്. അതുപോലെ അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിച്ചു കഴിഞ്ഞാലും ശിക്ഷ കഠിനമായിരുന്നു. അപ്പോൾ വളരെയധികം കൃത്യമായ രീതിയിലാണ് അലാവുദ്ദീൻ ഖൽജിയുടെ കമ്പോള പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 97-ാമത്തെ പേജിലാണ്. അടുത്തത് തുഗ്ലക്ക് വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തനായ രാജാവായിരുന്നു മുഹമ്മദ് തുഗ്ലക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് തുഗ്ലക്ക്. 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 97-ാമത്തെ പേജിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടോക്കൺ കറൻസി ബൈ മുഹമ്മദ് തുഗ്ലക്ക്. മുഹമ്മദ് തുഗ്ലക്ക് നടത്തിയ ദേവഗിരിയിലേക്കുള്ള തലസ്ഥാന മാറ്റത്തെക്കുറിച്ചും നാണയ പരിഷ്കരണത്തെക്കുറിച്ചും വിവരിക്കുക. അതായത് തുഗ്ലക്ക് വംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു തുഗ്ലക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത് അതായത് ഗിയാസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഗിയാസുദ്ദീൻ്റെ പുത്രനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഈ ഗിയാസുദ്ദീൻ്റെ മരണത്തിന് ശേഷമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ സുൽത്താനായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭരണകാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൂതനമായ ശൈലികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ള രാജാക്കന്മാരെക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭരണം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം പല വിവാദങ്ങളിൽ പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വിവാദ പുരുഷന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ പ്രധാനപ്പെട്ടയാളായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള ചില ഒരു മോശമായ കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, അനുയോജ്യമല്ലാത്ത ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഇന്ത്യയുടെ ഭരണത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം മതദർശന കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു. മതദർശന കാര്യങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മറ്റു മതങ്ങളോടും ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മുസ്ലിം മതത്തോട് മാത്രമല്ല മറ്റുള്ള ഇന്ത്യയിലുള്ള മറ്റ് മതങ്ങളോടും ആദരവ് കാണിച്ചിരുന്നു. പിന്നെ ഇവർക്ക് ഇദ്ദേഹത്തിനൊരു പക്ഷഭേദമൊന്നും കാണിച്ചിരുന്നില്ല. അതായത്
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ കണ്ടിരുന്നു. ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെ നന്നായി കാണുകയും ഹിന്ദുക്കളെ മോശമായി കാണുക, ആ രീതിയൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടുപേരെയും, മുസ്ലിങ്ങളെയാണെങ്കിലും ഹിന്ദുക്കളെയാണെങ്കിലും ഒരേ രൂപത്തിലാണ് ഇദ്ദേഹം കണ്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ തൻ്റെ ഉദ്യോഗസ്ഥന്മാരായ പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരിൽ ഹിന്ദുക്കളായ ആളുകളും അതുപോലെ തന്നെ മുസ്ലിങ്ങളായ ഭരണാധികാരികളും ഒക്കെ മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഏറ്റവും ഉയർന്ന തസ്തികകളിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പക്ഷഭേദമില്ലാതെ ഇദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. തൻ്റെ ഭരണകാലഘട്ടത്ത് ധീരമായ പല തീരുമാനങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പല ധീരമായ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു തീരുമാനമായിരുന്നു ദേവഗിരിയിലേക്കുള്ള പലായനം. അതായത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയിരുന്നു. ഇത് വളരെയധികം വിവാദമായ ഒരു സംഗതിയായിരുന്നു. അതായത് ദേവഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദൗലത്താബാദ്, വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ് ദൗലത്താബാദ്. ഈ ദൗലത്താബാദിനെയാണ് ദേവഗിരി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനത്തെ മാറ്റുവാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റുവാനുള്ള ഒരു കാര്യം, അതായത് ദക്ഷിണേന്ത്യയിൽ കാര്യക്ഷമമായ ഭരണം നടത്തുവാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും മാറ്റൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് ഡൽഹി എന്ന് പറയുമ്പോൾ കുറേ അധികം മുകളിലായിപ്പോയി, താഴെ കടയിലേക്ക്, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക്, ദക്ഷിണ ഇന്ത്യയുടെ, നമ്മളെ കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടുന്ന താഴ്ഭാഗം ഉണ്ടല്ലോ ഇന്ത്യ മാപ്പിൻ്റെ. അപ്പോൾ ഈ ഭാഗങ്ങളിലേക്ക് ഭരണം നടത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അതിനെ എളുപ്പമാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ദക്ഷിണേന്ത്യയിലും ഈ ഒരു താഴ്ഭാഗത്തിനാണ് നമ്മൾ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് കേട്ടോ, സൗത്ത് ഇന്ത്യ. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ കാര്യക്ഷമമായ ഭരണം നടത്തുവാൻ അനിവാര്യമാണ്, ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തലസ്ഥാനത്തെ ദേവഗിരിയിലേക്ക് മാറ്റിയത്. ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കങ്ങൾ നടത്തി. അദ്ദേഹം ചെയ്തിരുന്ന ഒരു കാര്യം, അതായത് ഈ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ഏകദേശം 1500 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ, 1500 കിലോമീറ്ററിലധികം വരുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഒരു കാര്യം, ഈ ദേവഗിരിയിലേക്കുള്ള പാതയുടെ ഇരുവശത്തും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. മാത്രമല്ല ഓരോ രണ്ട് നാഴി ഇടവിട്ട് വിശ്രമ സങ്കേതങ്ങളും പണിതു. നാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു കണക്കാണ്, നമ്മൾ നാഴിക എന്നൊക്കെ പറയുമല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് കിലോമീറ്റർ എന്ന് പറയില്ലേ, അതിൻ്റെ പഴയ ഒരു കണക്കാണ് നാഴിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നാഴിക ഇടവിട്ടുകൊണ്ട് അദ്ദേഹം വിശ്രമ സങ്കേതം ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുവാനുള്ള സംവിധാനങ്ങളും ഒരുക്കി. അപ്പോൾ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തത് തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു, വിശ്രമ സങ്കേതങ്ങൾ 2 നാഴി വിട്ടുകൊണ്ട് വിശ്രമ സങ്കേതങ്ങൾ പണി കഴിപ്പിച്ചു. അതുപോലെ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. ഇതിനു ശേഷം അദ്ദേഹം സുൽത്താനേറ്റിലെ മുഴുവൻ ആളുകളെയും ദേവഗിരിയിലേക്ക് മാറ്റി. ആ മാറ്റുവാനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് ഇദ്ദേഹം ഒരു കൂട്ടപ്പാലായനമാണ് ഉണ്ടായത്. കൂട്ടപ്പാലായനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് നമ്മൾ കുടിയേറ്റം എന്ന് പറയാമല്ലോ, ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് കുടിയേറി പാർക്കാണ്. അപ്പോൾ ഈ ഒരു കുടിയേറ്റത്തിൽ ഉദ്യോഗസ്ഥരായ ആളുകളും അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളും സന്തുഷ്ടരായിരുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളുവാൻ, അതുമായി പൊരുത്തപ്പെടുവാൻ പലപ്പോഴും സാധ്യമാകില്ലല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. മാത്രമല്ല യാത്ര വളരെ ഏറെ കഠിനമായിരുന്നു. ഏകദേശം 1500 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അപ്പോൾ ഇത് വളരെ ദുഷ്കരമായ യാത്രയായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജനങ്ങൾക്ക് ഭരണാധികാരിയോട് ഒരു അസംതൃപ്തി ഉണ്ടാവുകയും ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ അസംതൃപ്തി തിരിച്ചറിയുകയും ചെയ്തു. ഇതോടുകൂടെ അദ്ദേഹം പഴയതുപോലെ തന്നെ
ഡൽഹിയിൽ തന്നെ ഡൽഹിയിലേക്ക് പോകുവാൻ അനുവദിച്ചു. അതായത് തലസ്ഥാനത്തെ ഡൽഹി തന്നെയാക്കി തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ വലിയൊരു പരാജയവും വിവാദവുമായിട്ടുള്ള സംഗതിയായിരുന്നു ദേവഗിരിയിലേക്കുള്ള തലസ്ഥാന മാറ്റം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മറ്റൊരു വിവാദമായ കാര്യമായിരുന്നു ടോക്കൺ കറൻസി. അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ നാണയ സമ്പ്രദായം കൊണ്ടുവന്നു. അതായത് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്നത് 2 നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് തങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി നാണയം. വെള്ളി നാണയത്തിന് പറയുന്ന പേരാണ് തങ്ക. മറ്റൊന്ന് ജിദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ് നാണയം. ജിദാൽ എന്നാൽ ചെമ്പ് നാണയം. ഈ 2 നാണയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? വെള്ളി കൊണ്ടുള്ള തങ്കക്ക് പകരം ഓട്ട് നാണയം അടിച്ചിറക്കി. വെള്ളിക്ക് പകരം ഓട്ട് നാണയം അടിച്ചിറക്കി. അതിനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ആ കാലഘട്ടങ്ങളിൽ വെള്ളി സുലഭമായിട്ട് ലഭിച്ചിരുന്നില്ല. അതായത് വെള്ളിയുടെ ലഭ്യതയിൽ ദൗർലഭ്യം നേരിട്ടു, വേണ്ടത്ര കിട്ടിയിരുന്നില്ല. അതൊരു കാരണമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഓട്ട് നാണയം അടിച്ചിറക്കുന്നത്. പക്ഷേ ഈ ഓട്ട് നാണയം ടോക്കൺ നാണയമായി സ്വീകരിക്കണമെന്ന് സുൽത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ നാണയം എന്നുള്ളത് കൈമാറ്റത്തിനുള്ള ഒരു മാധ്യമം മാത്രമായതിനാൽ ലോകത്തെ എല്ലാ രാജ്യത്തും ടോക്കൺ നാണയങ്ങളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ വലിയ കൈമാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു നമ്മൾ ഈ ടോക്കൺ നാണയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഓട്ട് നാണയം അടിച്ചിറക്കിയത്. മാത്രമല്ല ഈ ടോക്കൺ കറൻസി ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളുവാനൊന്നും വ്യാപാരികളായ ആളുകളാണെങ്കിലും സാധാരണക്കാരും തയ്യാറാവില്ലല്ലോ. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് വ്യാപാരികളും സാധാരണക്കാരും അത് സ്വീകരിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അതൊരു കാരണം. മാത്രമല്ല ഓടുകൊണ്ടുള്ള ധാരാളം കള്ളനാണയങ്ങൾ അടിച്ചിറക്കുവാനും തുടങ്ങി. ഈ കള്ളനാണയത്തിന് തടയിടുവാനും ആർക്ക് സാധിച്ചില്ല? സുൽത്താനക്ക് സാധിച്ചില്ല. കാരണം സ്വർണ്ണ നാണയമോ വെള്ളി നാണയങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പരിധിയുണ്ട്. അത് ഈ കള്ളനാണയം അടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. പ്രത്യേകിച്ച് വെള്ളിയൊന്നും അത്രത്തോളം ലഭിക്കില്ല. പക്ഷെ ഓട് നാണയമായതുകൊണ്ട് തന്നെ ധാരാളം കള്ളനാണയങ്ങൾ അടിച്ചിറക്കുവാനും സാധിച്ചു. ഇതിനെ നിർത്തലാക്കുവാൻ, കള്ളനാണയം അടിച്ചിറക്കുന്നത് നിർത്തലാക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനം ഈ ഒരു പരീക്ഷണം, അതായത് ഈ ടോക്കൺ കറൻസി, ഈ ഓട്ട് നാണയം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കള്ളനാണയങ്ങളുടെ ഒരു പ്രചാരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പരീക്ഷണവും പരാജയപ്പെട്ടു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും 1333 ടോക്കൺ കറൻസി സുൽത്താൻ പിൻവലിക്കുകയും ചെയ്തു. ഇതിന് പകരമായിട്ട്, ഓട്ട് നാണയങ്ങൾക്ക് പകരമായിട്ട് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ പഴയ രീതിയിലേതുപോലെ തന്നെ വെള്ളി നാണയങ്ങളാണ് പിന്നീട് അടിച്ചിറക്കിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ 2 പരിഷ്കരണങ്ങൾ പരാജയത്തിലായിരുന്നു. ഒന്നാമത്തത് ദേവഗിരിയിലേക്കുള്ള പലായനം, രണ്ടാമത്തത് ടോക്കൺ കറൻസി. ഇനി നെക്സ്റ്റ് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാർഷിക പരിഷ്കരണങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. 98-ാമത്തെ പേജിലെ 6-ാമത്തെ ക്വസ്റ്റ്യൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാർഷിക പരിഷ്കരണങ്ങൾ എന്തെല്ലാമായിരുന്നു? അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാർഷിക മേഖലയിൽ പല പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും സംതൃപ്തരായിരുന്നില്ല. അതിന് കാരണവും ഉണ്ടായിരുന്നു. ഈ സമതല പ്രദേശങ്ങളിൽ ക്ഷാമം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കൃത്യമായ ഒരു കരുതൽ നടപടികൾ സ്വീകരിക്കുവാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഭരണാധികാരിയാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലായി. മാത്രമല്ല കൃഷിക്കാരിൽ നിന്ന് അദ്ദേഹം നികുതി പിരിച്ചെടുത്തിരുന്നു. അതായത് ഗണ്യമായ രീതിയിൽ വലിയ തോതിലാണ് അദ്ദേഹം നികുതി പിരിച്ചെടുത്തിരുന്നത്. ഇത് കൃഷിക്കാരും ഭരണാധികാരികളും തമ്മിലുള്ള കലാപത്തിലേക്ക് നയിച്ചു.
സുൽത്താൻ ഭരണാധികാരി എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരെ കലാപത്തിനെ അടിച്ചമർത്തുവാനാണ് ശ്രമിച്ചത്. മാത്രമല്ല ഈ സമതല പ്രദേശങ്ങളിൽ കൃഷി ഗണ്യമായി കുറയുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരി ഡൽഹിയിലേക്ക് ആവശ്യമായിട്ടുള്ള ധാന്യം എത്താത്തൊരവസ്ഥ വന്നു. സ്വാഭാവികമാണല്ലോ, കൃഷിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തിനുള്ള വരുമാനം, അതായത് ഭക്ഷ്യം, ധാന്യ വരവ് നിലച്ചു. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇതുകൊണ്ട് തന്നെ ഈ രാജ്യം ഡൽഹി ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ വലിയ ഒരു ക്ഷാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് ഏകദേശം 7 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല തരിശ് ഭൂമിയായി കിടന്നിരുന്ന ഭൂമികളെ വിളവ് ഭൂമിയാക്കി മാറ്റുവാനുള്ള ശ്രമവും പാഴായി പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ കൃഷിയില്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു മാർഗമായിരുന്നു കന്നുകാലി വളർത്തൽ. അപ്പോൾ ഇങ്ങനെ കന്നുകാലികളെ വളർത്തുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിത്തുകൾക്കും കൃഷി ഒന്നുകൂടെ സജീവമാക്കുവാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു, സുൽത്താൻ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായ ആളുകൾ കഴിവുകെട്ടവരായതുകൊണ്ട് തന്നെ ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കുവാനും സാധിച്ചില്ല. അപ്പോൾ മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാർഷിക പരിഷ്കരണങ്ങൾ വളരെയധികം മോശമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് 4ാമത്തെയും 5ാമത്തെയും രാജവംശങ്ങളായിരുന്ന സയ്യിദ് വംശം, ലോധി വംശം, ഈ 2 വംശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നതുള്ളൂ. അതായത് 99ാമത്തെ പേജിൽ നോക്കൂട്ടോ. 99ാമത്തെ പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സയ്യിദ് ആൻഡ് ലോധി ഡിനസ്റ്റി. അതായത് സയ്യിദ്, ലോധി വംശങ്ങളെക്കുറിച്ച് ഒരു ചെറു വിവരണം എഴുതുക. ഈ ഡൽഹി സുൽത്താൻമാരുടെ സമ്പൂർണമായ പരാജയത്തിന് മുമ്പായിട്ട് ഡൽഹി ഭരിച്ചിരുന്ന 2 വംശങ്ങളായിരുന്നു സയ്യിദ്, അതുപോലെ തന്നെ സയ്യിദ് വംശവും ലോധി വംശവും. സയ്യിദ് വംശവും ലോധി വംശവും ഇവർക്ക് ഡൽഹിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകുവാനൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ സയ്യിദ് വംശത്തിൻ്റെ സ്ഥാപകൻ കിസർഖാൻ ആയിരുന്നു സയ്യിദ് വംശത്തിൻ്റെ സ്ഥാപകൻ. അതുപോലെ ബഹുല്ലോൾ ലോധി ആയിരുന്നു ലോധി വംശത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ ആദ്യം ഭരണം നടത്തിയത് സയ്യിദ് വംശമായിരുന്നു. സയ്യിദ് വംശത്തിൻ്റെ രാജാവായിരുന്ന സ്ഥാപകനായിരുന്ന കിസർഖാൻ, അതുപോലെ ഇതിൻ്റെ ലോധി വംശത്തിൻ്റെ സ്ഥാപകന് ആരായിരുന്നു? ബഹുല്ലോൾ ലോധി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ അവസാന വംശമായിരുന്ന ലോധി വംശം, അതിലെ രാജാവായിരുന്ന ഇബ്രാഹിം ലോധിയെ 1526 1-ാം പാനിപ്പത്ത് യുദ്ധത്തിലാണ് ബാബർ പരാജയപ്പെടുത്തുന്നത്. അതിനുശേഷം മുഗൾ രാജവംശം സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. അതായത് ഈ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് ശേഷം ഇന്ത്യയിൽ വന്നതാണ് മുഗൾ രാജവംശം. അതിനെക്കുറിച്ച് നമ്മൾ തൊട്ടടുത്ത പാഠങ്ങളിലായിട്ട് പഠിക്കും. അപ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ മുഗൾ വംശത്തിന് മുമ്പായിട്ട് ഡൽഹി സുൽത്താൻമാരിൽ അവസാനത്തെ 2 രാജവംശങ്ങളായിരുന്നു സയ്യിദ് വംശവും അതുപോലെ ലോധി വംശവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള 5 വംശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഈ 5 വംശത്തിലെ പ്രധാനപ്പെട്ട സുൽത്താൻമാരെ, രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, നോട്ട്സുകൾ എഴുതുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.